ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചമ്മന്തി അല്ലേ, ചട്നി ഇല്ല, ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഈ കപ്പിന് 1 കപ്പ് പച്ചരി 2 വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ വേണമെങ്കിലും കുതിർത്ത് തയ്യാറാക്കാം. ഞാൻ 2 മണിക്കൂർ കുതിർത്തന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഈ ജാറിലേക്കിടാം. ഞാൻ ഈ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതായതുകൊണ്ട് ഈ വെള്ളം തന്നെ ഞാൻ അരയ്ക്കാൻ ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുതിർന്ന വെള്ളം ഒരിക്കലും നിങ്ങൾ കളയരുത്. ഏതൊരു സാധനം നമ്മൾ കുതിർത്താലും അതിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ വൈറ്റമിൻസ് ഇറങ്ങും. ഒരിക്കലും വെള്ളം കളയരുത്. കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക, ആ വെള്ളം കളയരുത്. അതുകൊണ്ട് ഞാൻ ആ 1 കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അരി നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലപോലെ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്ത് ടേബിൾ സ്പൂൺ റവയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയായാലും വറക്കാത്ത റവയായാലും കുഴപ്പമില്ല. 10 ടേബിൾ സ്പൂൺ റവയെന്ന് പറഞ്ഞാൽ ഞാൻ അരി എടുത്ത കപ്പിന് 1/2 കപ്പ് റവ. നിങ്ങളുടെ അരി എടുക്കുന്ന കപ്പിന് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇത് കലക്കി എടുക്കുമ്പം ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. 10 ടേബിൾ സ്പൂൺ റവ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. റവ ചേർത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കലക്കിയെടുക്കണം. അരി അരയ്ക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ 10 ടേബിൾ സ്പൂൺ റവ ഇടേണ്ട വന്നത്. നിങ്ങൾക്ക് വെള്ളം കുറച്ച് അരി അരയ്ക്കുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ റവ ഇട്ടാലും മതി. അതുപോലെ തന്നെ തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് വേണം ഉപയോഗിക്കാൻ, എന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. ഇനി നമുക്കൊന്ന് കടുക് വറക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് സിമ്മിലിട്ട് വേണം കടുക് വറക്കാൻ. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം അല്ലേ നല്ല ജീരകം എന്നൊക്കെ പറയും. കടുകും ജീരകം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. മൂത്തിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ടിടുക, ടേസ്റ്റ് അനുസരിച്ചിടുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡ ഇട്ട് കൊടുക്കുക. സോഡ ഇല്ലെങ്കിൽ ഇനോ കിട്ടുമെങ്കിൽ അത് 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. സോഡയും ഇനോയും ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വെച്ചിട്ട് തയ്യാറാക്കിയാൽ മതി. ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നത്. കുറച്ച് എണ്ണയെടുത്ത് ഓയിലെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഏതിലാണോ ഇത് തയ്യാറാക്കുന്നത്, സ്റ്റീം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആവി ഏറ്റി എടുക്കുന്ന ഏത് പാത്രത്തിലാണോ അതിനകത്ത് ഓയിൽ തേച്ച് പിടിപ്പിക്കണം, എണ്ണ തേച്ച് പിടിപ്പിക്കും. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുക്കറിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം.
സ്റ്റീം ചെയ്തെടുക്കണമെന്നുള്ളൂ, ആവി കയറ്റി എടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഒരു 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം, ആവി കയറ്റി എടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നമ്മളിത് ആവി കയറ്റി എടുക്കണം, ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.